ഹായ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ നമ്മുടെ സുഖമാണ്. ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ്, അതായത് സ്കൂൾ തുറക്കുന്നതിൻ്റെ കുറച്ച് ഒരു ദിവസം മുന്നേ ഉള്ള വലിയൊരു പ്രിപ്പറേഷനാണ്. ഇപ്പോൾ പിറ്റേന്ന് സ്കൂൾ തുറക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതിൻ്റെ ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് പച്ചക്കറികളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഡ്ഡലിക്കുള്ള അരി അരയ്ക്കാനുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ആക്കാനാണ് വിചാരിച്ചത്, സ്കൂളിൽ ഉള്ള ദിവസം. അപ്പോൾ അരി മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തത്. എന്നിട്ട് തണുപ്പ് നല്ല മഴ ഉള്ളതുകൊണ്ട് തന്നെ എത്രത്തോളം പൊങ്ങി വരും മാവ് സെറ്റാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. പക്ഷെ അൽഹംദുലില്ലാ പിറ്റേന്ന് രാവിലെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടു. പിന്നെ നേരെ പോയത്, എനിക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിൽ ആദ്യം എൻ്റെ ജേണലും ടു ഡു ലിസ്റ്റും ഒക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും. എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുമ്പോഴാണ്. അപ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. അപ്പോൾ എന്തോ ഒരു കാര്യം, ഒരു വലിയൊരു ഭാരം നമ്മൾ തലേന്ന് ഒഴിച്ച് വെച്ചതുപോലെ തോന്നും. അപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റും പിന്നെ പെട്ടെന്ന് എന്തൊക്കെ മറക്കാതെ ചെയ്യേണ്ട കാര്യങ്ങളും പിന്നെ ഒരാഴ്ചക്കകത്തുള്ള എല്ലാ മീൽ പ്രിപ്പറേഷൻ, അതൊക്കെ എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്നുള്ളൊരു മീലിൻ്റെ ഐഡിയാസൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വയ്ക്കാറാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ എനിക്ക് ഒരുപാട് തോന്നാറുണ്ട്, ഒരുപാട് നമുക്കൊരുപാട് സമാധാനം തോന്നും പിറ്റേത്തെ ദിവസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ കിച്ചണിലേക്ക് പോയി. പച്ചക്കറി അരിയാനുണ്ടായിരുന്നു സാമ്പാറിലേക്കുള്ള. അതൊക്കെ ഞാൻ ആദ്യം തന്നെ ചെയ്ത് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ രാവിലെ ഒരുപാട് സമയം ഉണ്ടാകുമല്ലോ. സാമ്പാറിലേക്കുള്ളത് വേറെ, അവിയലിനുള്ളത് വേറെ ആയിട്ട് രണ്ട് ബോക്സുകളിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ തന്നെ അത് അങ്ങനെ എടുത്തുണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഫ്രിഡ്ജിലതൊക്കെ വെച്ച് സെറ്റാക്കിയതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു, അടുക്കള ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഒരു 6 മണി 5:45 ഞാൻ അടുക്കളയിലേക്ക് എത്തിയത്. അപ്പോൾ ഇങ്ങനെ അടുക്കള കാണുമ്പോൾ, നീറ്റായിട്ട് കാണുമ്പോൾ അൽഹംദുലില്ലാ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആസ് യൂഷ്വൽ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചായ എടുത്ത് വെച്ചു. ഗ്യാസ് അടുപ്പത്ത് വെച്ചു. അതിനുശേഷം ഫ്രിഡ്ജിലിരുന്ന പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ട് ആദ്യം തന്നെ സാമ്പാറിനുള്ളത് അത് വേവിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒരു കുക്കറിലിട്ടിട്ട് അടുപ്പത്ത് വെച്ചു. മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ അടുപ്പത്ത് വെച്ചു. അപ്പോൾ ചായ അവിടെ നിന്ന് ഇങ്ങനെ ആവുന്നുണ്ട്. പിന്നെ ഞാൻ അപ്പോഴാണ് ഇഡ്ഡലിൻ്റെ മാവ് നോക്കിയത്. നന്നായിട്ട് അൽഹംദുലില്ലാ നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. കാരണം തണുപ്പായതുകൊണ്ട് ഇത്രത്തോളം പൊങ്ങി ശരിയായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ അടുപ്പത്ത് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു. വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പൊക്കെ കത്തിച്ച് വെള്ളം വെച്ചു. പെട്ടെന്ന് ചോറാവണം. കുട്ടികൾക്ക് അഥവാ ചോറ് വേണമെങ്കിൽ അന്ന് കൊണ്ടുപോയിട്ടില്ല ചോറ്. കാരണം സ്കൂളിൽ ഉച്ചയാകുമ്പോഴത്തേന് തന്നെ സ്കൂളൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോഴത്തേനും ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചത് തിളച്ചിട്ടുണ്ട്. ചായപ്പൊടി ഇട്ടു. ചായ റെഡിയായതിന് ശേഷം ആ അടുപ്പിലേക്ക് തന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തപ്പോൾ കുറച്ച് പാത്രങ്ങൾ തലേ ദിവസം കഴുകി വെച്ച പാത്രം, ഗ്ലാസിൻ്റെതൊക്കെ സ്റ്റാൻഡിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വെക്കുന്ന ഒരു തിരക്കിലാണ്. അപ്പോഴേക്കും കുക്കർ ഒരു വിസിലൊക്കെ വന്നു. 1-2 വിസിലിന് ശേഷം ഞാനത് ഓഫ് ചെയ്തു. പിന്നെ ഇഡ്ഡലി വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാവൊക്കെ ഒഴിച്ച് സെറ്റാക്കി അടുപ്പത്ത് വെച്ചു. വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു.
ഞാൻ പ്രതീക്ഷിച്ചതിലും നന്നായിട്ട് തന്നെ ഇഡ്ഡലി റെഡിയായി കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഇത്ര പെർഫെക്റ്റായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പൊങ്ങി വരുമെന്നോ സോഫ്റ്റ് ആവുമെന്നോ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ നല്ല ടേസ്റ്റിയായി. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും കൂടെ ഒഴിച്ചു. എന്നിട്ട് പിന്നെ ഞാനൊരു ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് മഴയൊക്കെ പെയ്യുന്നത് കണ്ടിട്ട് കുടിക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ വന്നപ്പോഴത്തേനും മഴയൊക്കെ കഴിഞ്ഞിട്ടോ. പക്ഷെ അവിടെ ഇരുന്ന് നല്ല ഒരു വൈബ് തന്നെയായിരുന്നു അവിടെ ഇരുന്ന് ചായ കുടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയപ്പോഴേക്കും അരിൻ്റെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കുടിക്കാനുള്ള വെള്ളം മാത്രം എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള അരി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അരിയൊക്കെ ഇട്ടു. അരി ഇട്ടതിന് ശേഷം അത് അങ്ങ് മൂടി വെച്ചിട്ട് ഒരുപാട് മറ്റുള്ള പണികളുണ്ടായിരുന്നു. അവിയലുണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പം സാമ്പാറിനുള്ള കാര്യമാണിത്. സാമ്പാറിനുള്ള വറവിട്ടിട്ടുണ്ടായിരുന്നില്ല. സാമ്പാർ അത് വേവിച്ച് വെച്ചിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വറവൊക്കെ ഇട്ട് സാമ്പാറും റെഡിയായി. ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. മോന് മദ്രസയിൽ പോകാനുണ്ടായിരുന്നു. മോൻ മദ്രസയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അവനും മദ്രസയിൽ പോയി. ഇവിടെ ഉസ്താദുമാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുട്ടികളെ മദ്രസയ്ക്ക് പറഞ്ഞേക്കാൻ പാടുള്ളൂ എന്നുള്ള ഭയങ്കര ചിറ്റാണ്. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ അടിച്ചു വാരാനായിട്ട് പോയി. ഇനി കുട്ടികളുടെ ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. അങ്ങനെ ഒരാൾ സ്കൂളിൽ പോകാനായപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ അയൺ ചെയ്ത് കൊടുക്കുകയാണ്. 2 ഡ്രസ്സും ഉണ്ടായിരുന്നു അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ അയൺ ചെയ്ത് വെച്ചു. അവിയൽ, സാമ്പാർ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്കുള്ള സാമ്പാറൊക്കെ റെഡി ആയിട്ട് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു മനസ്സമാധാനമാണ്. രണ്ടാമത്തെ ആളും സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫ്രീ ആയി. പിന്നെ ചെറിയ ആളാണുള്ളത്, ചെറിയ മോനെ. പിന്നെ കുളിച്ചതിന് ശേഷം മാങ്ങ ഉണ്ടായിരുന്നു. നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴുത്ത മാങ്ങയൊക്കെ മുറിച്ചിട്ട് അതും കഴിച്ചതിന് ശേഷം കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തു. അപ്പോൾ വീണ്ടും വിശപ്പിൻ്റെ വിളിയാളം വരാൻ തുടങ്ങി. അപ്പോൾ ചെറിയ മോനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ റാഗി ഉണ്ടായിരുന്നു, റാഗി ഒരു സ്മൂതി പോലെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് റാഗി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടപ്പോൾ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാണ് മൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏതായാലും ഞാൻ അരച്ചെടുത്തിട്ട് പാലിലാണ്, തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അതിലൊന്ന് ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ തേങ്ങാപ്പാൽ എടുക്കാനുള്ള ഒടുക്കത്തെ മടി കാരണം ഞാൻ പശുവും പാലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഏലക്കായും കുറച്ച് മാത്രം മധുരത്തിന് വേണ്ടിയിട്ട് അല്പം ശർക്കരയാണ് ഞാനിത് ചേർത്തിട്ടുള്ളത് കേട്ടോ. പക്ഷെ അത് വീഡിയോയിൽ വ്യക്തമല്ല. ഞാൻ ഫോണിൽ ഇത് വെച്ചതിൻ്റെ പ്രശ്നമാണ്, ക്യാമറേൻ്റെ. പിന്നെ ഞാൻ അടുപ്പത്ത് വെച്ചു നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിളപ്പിച്ചു, കുറുക്കി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നു. അപ്പോൾ പീരിയഡ്സിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനൊരു ഗ്ലാസ് റാഗി എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യണം. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ഒരു ദിവസം. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് പുസ്തകവും വായിച്ചങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ചു.
അങ്ങനെ ഞാൻ റൂമിൽ വന്നിരുന്ന് അതും റാഗിൻ്റെ സ്മൂതിയും കുടിക്കാതെ വായിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ് ഏകദേശം വീട്ടിലെല്ലാ ജോലികളും കഴിഞ്ഞു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ പെട്ടെന്ന് സമയം കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.